ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ബോട്ടിലാണ്. 22 വർഷമായിട്ടും ആലപ്പുഴയിലുണ്ടായിട്ട് ഇതുവരെ ഒരു ബോട്ടിൽ പോലും ഞാൻ കയറിയിട്ടില്ല. സംഭവം എന്റെ തൊട്ടപ്പുറത്താണ് കായലും ബോട്ടും ഹൗസ് ബോട്ടും എല്ലാം. പക്ഷെ ഇതുവരെ ഞാൻ അതിന്റെ പരിസരത്തോട്ട് പോലും പോയിട്ടില്ല. എനിവേയ്സ്, നമ്മള് ഇന്ന് ഒരു ചെറിയ ബോട്ടിങ്ങിന് പോയി. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം ലസ്സിക്കടയിൽ നിന്ന് ഒരു ലസ്സിയും കുടിച്ച് നമ്മൾ തിരിച്ചു വീട്ടിൽ വന്നു. തിരിച്ചു വന്ന് അലമാര തുറന്നപ്പം ഫുള്ള് മെസ്സിയായിട്ട് കിടക്കുക. കുറെ നാളായിട്ട് ഞാൻ അലക്കുന്ന തുണിയെല്ലാം അതുപോലെ തന്നെ നീരകത്തോട്ട് കെച്ചു വെക്കുന്നതല്ലാണ്ട് മടക്കുക എന്ന് പറയുന്ന സാധനം ഞാൻ ചെയ്യുന്നില്ല. പണ്ടേ എനിക്ക് തുണി മടക്കി വെക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു വല്ലാത്തൊരു ഭയങ്കര മടിയാണ്. ബാക്കിയെല്ലാം ഞാൻ എങ്ങനെയും ചെയ്യും, പക്ഷെ തുണി മടക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു വമ്പൻ ടാസ്ക് ആണ് എനിക്ക്. പക്ഷെ ഒരു ഇതങ്ങ് വരുമ്പം എല്ലാം കൂടെ എടുത്ത് വാരിയിട്ട് അങ്ങ് മടക്കി വെക്കും. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മള് കുറെ ദിവസമായി ഒന്ന് തലയിൽ എണ്ണ വെച്ചിട്ട്, അപ്പം എണ്ണ വെച്ചൊന്ന് കുളിക്കാന്ന് കരുതി വാപ്പാന്റെ പാരഷൂട്ട് എണ്ണ ഞാൻ മൊത്തം എടുത്ത് തലയിൽ കമത്തിയിട്ടുണ്ട്. എണ്ണ വെക്കാത്തതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? ദാ ആ കയ്യിലിരിക്കുന്ന എന്റെ മുടിയാണ്. എന്തോരാന്നറിയോ ഗൈസ്, പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഞാനൊരു മുട്ടച്ചിയാവാൻ ചാൻസ് ഉണ്ട്. നേരെ നമ്മൾ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ഇന്നലെ നമ്മൾ വായിക്കാൻ വേണ്ടി എടുത്തു വെച്ച ബുക്ക് മൊത്തം ഞാൻ വായിച്ച് തീർത്തില്ല. ആ ബുക്കിന്റെ കുറച്ച് വായിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പണി എനിക്ക് വരും. അപ്പൊ ഞാൻ അതിന്റെ പുറകെ അങ്ങ് പോകും. പിന്നെ അതങ്ങ് അവിടെ പെൻഡിങ് ആകും. ഇരുന്നും നടന്നും കിടന്നുമല്ല ഞാൻ ആ ബുക്ക് വായിക്കുന്നുണ്ടെങ്കിലും ഇന്നും ഞാൻ ആ ബുക്ക് വായിച്ച് തീർന്നില്ല. അങ്ങനെ കുറച്ച് വായിച്ച് വൈകിട്ട് നമ്മൾ ചുമ്മാ വന്ന് പുറത്തോട്ടിറങ്ങി. കാറ്റാടിയുടെ അവിടെ കുറെ കടകളുണ്ട്, കുറെ ഫുഡ് കഴിക്കുന്ന കടകളുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകുട്ടിയുടെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് കാറ്റാടിക്കടയിൽ പോവാം. എന്നാൽ ആ കടയുടെ പേര് കാറ്റാടിക്കടയെന്നല്ല. ഈ പട്ടിക്ക് ഞാൻ കുറച്ച് ജ്യൂസ് കൊടുത്തപ്പോഴത്തേക്കും അവൻ എന്നെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവൻ എന്റെ പുറകെ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ശരി, നാളെ കാണാം. ബായ്.